പട്ടാമ്പിയിൽ അഴുക്കുചാലുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളിവിടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതായി മുന്നറിയിപ്പ്. സമീപത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതായുള്ള പരിശോധനാ ഫലവും പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. പട്ടാമ്പിയിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന അഴുക്കുചാൽ നവീകരണത്തിനിടെയാണ് അഴുക്കുചാലിൽ വലിയ തോതിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കെട്ടിനിൽക്കുന്നതായി കണ്ടെത്തിയത്. പോലീസ് സ്റ്റേഷന് സമീപത്തെ ചാലിൽ മലിനജലം കെട്ടിനിൽക്കുന്നതും കണ്ടെത്തിയിരുന്നു. അഴുക്കുചാൽ അടഞ്ഞ് മലിനജലം കെട്ടിനിൽക്കുന്നത് സമീപത്തെ കിണറുകളിലെ വെള്ളത്തെയും വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ കിണറിലെ വെള്ളം തീർത്തും ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞു. വെള്ളത്തിന് കളർ വ്യത്യാസം തോന്നിയതോടെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് അനിയന്ത്രിതമായ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. സമീപത്തെ വീടുകളിലെ കിണറുകളിലും സമാനമായ സാഹചര്യം ഉണ്ടാകാമെന്നാണ് കണക്കുകൂട്ടൽ. നിരന്തരമായി മലിനജലം അഴുക്കുചാലിലേക്ക് തുറന്നുവിടുകയും ഇത് ചാലിൽ കെട്ടിനിൽക്കുകയും ചെയ്യുന്നതും പതിവാണ്. പരാതികൾ വരുമ്പോൾ മാത്രമാണ് അധികൃതർ പരിശോധനയുമായി രംഗത്തിറങ്ങുന്നത്. പിന്നീടെല്ലാം പഴയപടി തന്നെയാകും. പ്രദേശത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കിണറുകളിലെ വെള്ളവും ഇത്തരത്തിൽ മലിനമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പി നഗരത്തിൽ ഈ ദുരവസ്ഥ. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി JCB ഉപയോഗിച്ച് ചാലുകൾ കീറിയുള്ള പരിശോധനയും ആരംഭിച്ചു.